പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന കൈകൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളിൽ പലർക്കുമുള്ളത് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ ധ്യാനങ്ങൾ എല്ലാം തന്നെ മനുഷ്യനെ അതാത് കാലത്ത് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി അവനെ എക്വിപ്പ് ചെയ്യുന്നതാണ്. അതിന് ദൈവം തന്നെ നമുക്ക് സന്ദേശം തരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനെ കർത്താവ് ഈ ശുശ്രൂഷയെ പൂർണ്ണമായി ഏറ്റെടുക്കും. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിലാണ് നിൽക്കുന്നുവെന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ധൈര്യം. കാര്യം
ഈ ഉടമ്പടിയെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ഓരോ ദിവസവും ദൈവാനുഭവത്തിൻ്റെ പുതിയ പാഠങ്ങൾ, അധ്യായങ്ങൾ മനുഷ്യരെ പറയുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗങ്ങളെല്ലാം കൂടി, മീറ്റിംഗ് കൂടി, നമുക്ക് ഉടമ്പടി പോലൊരു സംഭവം ചെയ്യണം, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയിപ്പിക്കണം, അത് യൂട്യൂബിൽ ഇങ്ങനെ അപ്പ് ചെയ്യണം. ദൈവം സാക്ഷിയായിട്ട് ഇന്ന് വരെ ഇവിടുത്തെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾക്കും ഞങ്ങൾ ബുദ്ധിപരമായ മീറ്റിങ്ങുകൾ കൂടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിരന്തരമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സത്യസന്ധമായി നിൽക്കും. ആവുന്നത്രോളം കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് ഞങ്ങളോട് തോന്നിയ ഈ ശുശ്രൂഷ വേദിയോടും അതിൻ്റെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടും തോന്നിയിട്ടുള്ള ഒരു കരുണയാണ് കൃപാസനമെന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യരെ അഭയം പ്രാപിക്കുന്ന ഇടമെന്ന് പറയണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ അകത്തൊരു ഗിമിക്സുകളോ അല്ലെങ്കിൽ പൊടിക്കൈകളോ ഒന്നും സാധ്യമല്ല. അതെല്ലാം പറ്റിപ്പ് പരിപാടികളാണ്. ദൈവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണതിനൊക്കെ അതിനൊക്കെ വേറെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളല്ല. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ദൈവരാജ്യം എപ്പോഴും വരണ ശക്തിയിലായിരിക്കും, അത് അടയാളങ്ങളിലൂടെ ആയിരിക്കും. നിങ്ങളിന്ന് കൃപാസനത്തിൽ അനുദിനം പറഞ്ഞു കൂട്ടുന്ന എല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവാധിപത്യം ഒരു വിഷയം. ഇപ്പം നമ്മൾ ദൈവാധീനം എന്ന് പറയണത് പ്രോവിഡൻസാണ്. പ്രോവിഡൻസ് ഒരു കിൻഡർ ഗാർട്ടൻ ഏർപ്പാടാണ്. ദൈവപരിപാലനം എന്നൊക്കെ പറയും. അതിൻ്റെ മച്ചുവറായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ദൈവാധികാരമാണ്. ദൈവാധീനമല്ല, ദൈവാധികാരം. ഒരു വ്യക്തി ക്രമേണ ദൈവാധികാരത്തിൻ്റെ കീഴിലാകും. അപ്പോൾ ദൈവരാജ്യമാകും. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി, ദ കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവത്തിന് അധികാരമുള്ളത്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള പ്രഘോഷകരുടെ ലക്ഷ്യം എന്താണ്? ജനതയെ ദൈവാധികാരത്തിൽ അടിസ്ഥാനപ്പെടുത്തുക. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ വേണ്ട വിധം പ്രവർത്തിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജനങ്ങളെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ വസ്തു വിറ്റ് മാറണമേ, നിങ്ങളുടെ മക്കളെ കെട്ടിക്കണമേ, നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടണമേ. ഇങ്ങനെയൊന്നും കാറിക്കൂയൊന്നും ഞങ്ങളാരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഇടയ്ക്ക് വല്ലതും പറയുമെന്നേ ഉള്ളത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കണതും പഠിപ്പിക്കണതും എല്ലാം എന്താണ്? ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവരണമേ. ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മുതലായിട്ട് മാറും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ മുതലിനെ സാത്താൻ തൊടത്തില്ല. അതാണ് എൻ്റെ വിജയമെന്ന് പറയണത്. ദൈവത്തിൻ്റെ ഉരുപ്പടി, ദൈവത്തിൻ്റെ അവകാശത്തെ സാത്താൻ തൊടത്തില്ല. മറിച്ച് പുറമ്പോക്ക് പൊതുമുതലിനെയാണ് നാട്ടുകാർ ഇങ്ങനെയുള്ളത് വേറെ ആക്രമിക്കുന്നത്. നിങ്ങളെ പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് കണ്ടാൽ നിങ്ങൾ ദൈവാധിപത്യത്തിലല്ലെന്നും നിങ്ങളെ പുറമ്പോക്ക് മുതലാണെന്നും ആർക്കെങ്കിലും നിങ്ങളെ ആക്രമിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നിങ്ങൾ സുരക്ഷിതരല്ലെന്ന്, നിങ്ങൾ അരക്ഷിതരാണെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുതലാക്കി മാറ്റണം. അപ്പോൾ തുരുമ്പും കീടങ്ങളും ഒന്നും നശിപ്പിക്കാത്ത, സാത്താൻ ആക്രമിക്കാത്ത, ദൈവപരിപാലനം നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും എന്ന വചനം പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
കർത്താവായ ദൈവമേ, ഓരോ വചന ശുശ്രൂഷയിലൂടെയും ഓരോ വചന ശുശ്രൂഷയിലൂടെയും ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്വന്തവും ക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാനുള്ള വിളി സ്വന്തമാകാനുള്ള വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ത്വര തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള ത്വര ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകമായി ശ്രുതികട ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ദിവ്യകാരുണ്യ സ്നേഹം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വന്തം ദൈവത്തിൻ്റെ മുതൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനെങ്ങനെ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഈ സത്യസന്ധമായി സാക്ഷ്യം പറയുമ്പോൾ ചിലർക്ക് സാന്നിധ്യം കിട്ടും. ഇപ്പം സാക്ഷ്യം രണ്ട് തരമാണ്. ഉടമ്പടിയിലുള്ള സാക്ഷ്യങ്ങൾ, ഉടമ്പടി സാക്ഷ്യം എന്ന് പറയണത് കരിസ്മാറ്റിക് കൺവെൻഷനിൽ വരുന്ന സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെയിൻ സംഭവം സമയത്തിൻ്റെ മേലുള്ള അധികാരവും പിന്നെ എന്താണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവുമൊക്കെയാണ് ഉടമ്പടിയുടെ തനത് സാക്ഷ്യം. ഇപ്പോൾ ഒരു വ്യക്തി അമ്മയെ കണ്ടു, അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഒരു സാക്ഷ്യം പറഞ്ഞു. സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ മക്കൾ കൃപാസനത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള അളിഞ്ഞ മോന്ത്യമായിട്ട് വരരുതിരിക്കൽ. ഒക്കത്തില്ലേ, ശരിയാകുക, ഇനിയും വരണ, പുതുക്കിയാൽ